ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വരാന്ത റൈസ് മലയാളം യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് NTPC PYQയുടെ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തൊരു 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ രണ്ടാമത്തെ സെറ്റ്, അതായത് 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ABCD is a trapezium with BC parallel to AD. ട്രപ്പീസിയം അറിയാമല്ലോ. ട്രപ്പീസിയം എങ്ങനെയാണോ? ട്രപ്പീസിയം ഇങ്ങനെ വരുന്നൊരു ഫിഗറാണ് ട്രപ്പീസിയം. അതായത് രണ്ട് സൈഡ് പാരലൽ ആയിരിക്കും, പിന്നെ രണ്ട് സൈഡ് നോൺ പാരലൽ സൈഡ്സ് ആയിരിക്കും. ഓക്കെ, ട്രപ്പീസിയം എന്ന് പറയുന്നുണ്ട്. BC AD പാരലാണ്. അപ്പോൾ നമ്മൾ ഇത് എഴുതുമ്പോഴത്തേക്കും കറക്റ്റ് നോക്കുക. BC ഈസ് പാരലൽ ടു AD. അപ്പോൾ ABCD ഇപ്പം എന്തായി? BC AD പാരലായി. ഓക്കെ, അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക കേട്ടോ, ഏതൊക്കെയാണ് പാരലാണെന്ന്. പിന്നെ എന്താ പറയുന്നത്? AC ഈക്വൽ ടു CD അല്ലേ? അപ്പോൾ AC ഈക്വൽ ടു CD. AC എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കണക്ഷൻ ഇല്ല, അപ്പോൾ വരയ്ക്കുക. എന്താ? ഡയഗണലായിട്ട് വരും. AC ഈക്വൽ ടു CD. ഈ രണ്ട് സൈഡും ഈക്വലാണ്. ഇഫ് ആംഗിൾ ABC ഈക്വൽ ടു 69, ABC ആണ് 69. ഓക്കെ, ഇത് 69 ഡിഗ്രി. ആൻഡ് ആംഗിൾ BAC ഈക്വൽ ടു 23 ഡിഗ്രി. ഓക്കെ, ആംഗിൾ BAC എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആംഗിൾ വരും. ഓക്കെ, ഇത് 23 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ACDയുടെ വാല്യൂ എത്രയെന്നാണ്. ACDയുടെ വാല്യൂ എടാ 69, 23. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു വാല്യൂ കണ്ടുപിടിച്ചൂടെ? ACB എന്നുള്ള വാല്യൂ. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 69 + 23 എത്ര വരും? 92 വരും. അതായത് ഇതേ പ്ലസ് ഇത് 92. ടോട്ടൽ ഈ ഒരു ട്രയാങ്കിളിലെ അതിനുള്ളിലെ വാല്യൂസ് എന്ത് വരണം? ടോട്ടൽ 180 വരണം. അപ്പോൾ 180 - 92 എത്ര വരും? 88 വരും. ഓക്കെ, 88 വന്നു. ഇനി നമുക്ക് ഈ ഒരു വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ഈ രണ്ട് വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 180 മൈനസ് ചെയ്താൽ ഈ വാല്യൂ കിട്ടും. അപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് ഓക്കെ, നമുക്ക് ഒരു കാര്യം തന്നിട്ടില്ലേ? ADയും BCയും പാരലല്ലേ? അതായത് രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്. ഓക്കെ, ഒരു ട്രാൻസ്വേഴ്സ് ലൈൻ വരച്ചു. ഒരു ട്രാൻസ്വേഴ്സ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ, അതായത് ഇത് Aയും ഇത് Bയും ആണെങ്കിൽ എനിക്കെന്താ? A ഈക്വൽ ടു B എനിക്ക് എഴുതിക്കൂടെ? കാരണം രണ്ട് പാരലൽ ലൈൻസിന് ഒരു ട്രാൻസ്വേഴ്സ് ലൈൻ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ? ഈ വരുന്ന സെയിം ആംഗിൾ ആയിരിക്കും എന്താ? Bയിലും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 88 ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും? ആംഗിൾ CAD. അതും 88 ഡിഗ്രി തന്നെ വരും. ഓക്കെ, ഇനി വേറൊരു കാര്യം നോക്കിയടാ. ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ABC എന്തോന്നായിക്കോട്ടെ. ഓക്കെ, അതായത് ഇവിടുത്തെ ആംഗിൾ തീറ്റ എനിക്ക് പറയുന്നുണ്ട്. AC ഈസ് സെയിം ആസ് AB. ACയും ABയും സെയിം ആണെങ്കിൽ സെയിം സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ACയുടെ ഓപ്പോസിറ്റ് തീറ്റ ആണെങ്കിൽ ABയുടെ ഓപ്പോസിറ്റും എന്തേ വരുള്ളൂ? തീറ്റയെ വരുള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, എനിക്ക് ഈ ഒരു ട്രയാങ്കിൾ, അതായത് ADC എന്നുള്ള ട്രയാങ്കിൾ. ഓക്കെ, DCയുടെ ഓപ്പോസിറ്റാണ് എത്രയാ? 88 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ACയുടെ ഓപ്പോസിറ്റ്, അതായത് ADC എന്ത് വരും? അതും 88 ഡിഗ്രിയേ വരുള്ളൂ. ഓക്കെ, 88 ഡിഗ്രി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ADC എന്നുള്ള ട്രയാങ്കിൾ അല്ലേ? രണ്ട് ആംഗിൾ അല്ലേ? മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ, അതായത് ഒരു ട്രയാങ്കിളിനുള്ളിലെ ടോട്ടൽ 3 ആംഗിളിൻ്റെ സം എന്ത് വരണം? 180 വരണം. 88 + 88 എത്രയാ? 176 അല്ലേ? 176 വന്നു. 180 - 176 എത്രയാ? 4 ഡിഗ്രി. അപ്പോൾ എനിക്ക് എന്ത് വരും? ആംഗിൾ ACD എന്ത് വരും ഇടാ? 4 ഡിഗ്രി എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാ? 4 ഡിഗ്രി. ഓപ്ഷൻ A ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 2 concentric circles have radius of 10 cm and 26 cm. Find the length of the chord of the larger circle that is tangent to the smaller circle. ഓക്കെ, നമുക്ക് പറയുന്ന മെയിനായിട്ടൊരു കാര്യമാണ് ഇതാ, ഇമ്പോർട്ടൻ്റ് ആണ്. 2 concentric circles, അതായത് രണ്ട് സർക്കിളും എന്താ? കൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ സെൻറ്ററാണ് രണ്ട് സർക്കിളിനും. അപ്പോൾ നമ്മളൊരു ഫിഗർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെറുതെ രണ്ട് സർക്കിൾ വരച്ചാൽ പോരാ. ഇതൊരു സെൻറ്റർ ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്തു? ഒരു സർക്കിൾ വരച്ചു. രണ്ടാമത് ഈ സെൻറ്റർ വെച്ച് തന്നെയാണ് കുറച്ചുകൂടെ റേഡിയസ് വലുതാക്കി എന്ത് ചെയ്യണം? അടുത്ത സർക്കിൾ വരയ്ക്കണം. ഓക്കെ, അടുത്ത സർക്കിൾ വരച്ചു. ഇനി എന്താ പറയുന്നത്? റേഡിയസ് ഓഫ് ദ റേഡിയസ് ഹാവ് 10 cm and
26 സെൻറ്റിമീറ്റർ. ഓക്കെ, ഒന്നിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ്, മറ്റൊന്നിൻ്റെത് 26 ആണ്, വലുതിൻ്റെ 26. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോഡ് ഓഫ് ദ ലാർജർ സർക്കിൾ ദാറ്റ് ഈസ് ടാൻജൻറ്റ് ടു ദ സ്മോളർ സർക്കിൾ. ഇത് ഇമ്പോർട്ടൻ്റ്, ദാറ്റ് ഈസ് ടാൻജൻറ്റ് ടു ദ സ്മോളർ സർക്കിൾ. അതായത് വലിയ ട്രയാങ്കിൾ, അതായത് വലിയ സർക്കിളിൻ്റെ കോഡെന്ന് പറഞ്ഞാൽ എന്താ, ഒരു സർക്കിളിനുള്ളിൽ തുടങ്ങി സർക്കിളിനുള്ളിൽ തന്നെ എൻഡ് ചെയ്യുന്നതാണ് എന്താ, കോഡ്. അതായത് വലിയ സർക്കിളിൽ ഞാനൊരു കോഡ് വരച്ചാൽ അതെന്താ, ചെറിയ സർക്കിളിന് ടാൻജൻ്റ് ആയിരിക്കും. ടാൻജൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്ത് പാസ് ചെയ്ത് പോകുന്ന ലൈനാണെന്ത്, കോഡെന്ന് പറയുന്നത്. അതായത് വലിയ സർക്കിളിൻ്റെ കോഡല്ലേ, ടാൻജൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. വലിയ സർക്കിളിൻ്റെ കോഡാണെന്ത്, ചെറിയ സർക്കിളിൻ്റെ ടാൻജൻറ്റ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് രണ്ടിൻ്റെ റേഡിയസ് ഇല്ലേ 10 സെൻറ്റിമീറ്റർ. അതായത് ഈ സെൻറ്ററിൽ നിന്ന് ഇതെന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ, അതെത്രയാ, 10 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആ സെയിം സെൻറ്ററിൽ തന്നെ വലിയ സർക്കിളിൻ്റെ സർക്കംഫറൻസിലോട്ട് വരെ വരച്ചു, അതെന്താ, അതിൻ്റെ റേഡിയസ് അല്ലേ, അതിൻ്റെ റേഡിയസ് എത്ര തന്നിട്ടുണ്ട്, 26 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ എടാ, എപ്പോഴും ഒരു സർക്കിളിൻ്റെ ടാൻജൻറ്റുമായിട്ടും അതിൻ്റെ ടാൻജൻറ്റും റേഡിയസും മേക്ക് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പെർപെൻഡിക്കുലറായിട്ട് അവർ മീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, എനിക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. അതിന് മുൻപൊന്ന് ശ്രദ്ധിച്ചേ, 10, 26 ആണ്. 10, 26 എനിക്കൊരു വാല്യൂ വേണം. ഇവിടെ ട്രിപ്ലറ്റിൻ്റെ ഏതെങ്കിലും ഒരു വരുന്നുണ്ട് നോക്കിയാൽ പോരെ. ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്താ, ട്രിപ്ലറ്റ്സും വരും, അതിൻ്റെ സ്കെയിൽ ചെയ്യുന്ന ഫാക്ടർ സെയിം മൂന്ന് വാല്യൂസ് സ്കെയിൽ ചെയ്യുന്ന ഫാക്ടേഴ്സും എന്താ, ട്രിപ്ലറ്റ്സ് ആയിട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാത്തിനെയും 2 വശം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇവിടെ എന്ത് വരും, 5, ഇവിടെ എന്ത് വരും, 13 വരും. അങ്ങനെയാണെങ്കിൽ 5, 13 വന്ന മൂന്നാം സൈഡ് എന്തായിരിക്കും, ട്രിപ്ലറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 12 ആയിരിക്കും. ആണല്ലോ, അതായത് 5, 13, 12 എന്നുള്ള ട്രിപ്ലറ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ മൂന്നാം സൈഡ്, അതായത് നമ്മുടെ ഒറിജിനൽ സൈഡ് എത്രയാണ്, 5ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തു, രണ്ടാമത്തെ സൈഡ് 13ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മൂന്നാമത്തെ സൈഡ് കിട്ടാൻ എന്താ, 12ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യണം, എത്രയായിരിക്കും, 24. അതായത് മൂന്നാമത്തെ സൈഡ്, ഈ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ് എത്രയാണ്, 24 ആണ്. ഓക്കെ, നമുക്ക് ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോഡ് ഓഫ് ദ ലാർജർ സർക്കിൾ എന്ന്. ഓക്കെ, അതായത് നമുക്ക് ആ കോഡിൻ്റെ ടോട്ടൽ ലെങ്താണ് വേണ്ടത്. ഓക്കെ, ഇത് മുതൽ ഇതുവരെ 24. അങ്ങനെയാണെങ്കിൽ എത്ര എപ്പോഴും, അതായത് ഒരു സർക്കിളിനകത്ത് ഒരു കോഡ് വരച്ചിട്ടുണ്ട്, സെൻറ്ററിൽ നിന്ന് അതിൻ്റെ റേഡിയസിൽ സെൻറ്ററിൽ നിന്നൊരു ഒരു ലൈനെ ആ ഒരു കോഡിനെ പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്നുണ്ടെങ്കിൽ അതെന്താ, എപ്പോഴും ആ ഒരു കോഡിനെ ബൈസെക്റ്റ് ചെയ്യും. ബൈസെക്റ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താ, അതിനെ ഈക്വലായിട്ട് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇത് ഇത്രയും 24 ആണെങ്കിൽ ഈ സെക്കൻഡ് ഹാഫ് ഇത് എത്രയായിരിക്കും, ഇതും 24 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയാണ്, 48 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ടോട്ടൽ 48 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുക. ഇനി അഥവാ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ എന്താ, ഈ ലെങ്താണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ABCD എന്നിട്ടുണ്ട്, ഈ ലെങ്താണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ എന്ത് വരും, 24 ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ ഇതിനകത്തില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക, എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത് നോക്കുക. അതുപോലെ തന്നെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂസ് മാറ്റി മാറ്റി തരുന്നതുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The current population of a town is 12,014. It is increased by 25%. ഓക്കെ, ആദ്യം 25% ഇൻക്രീസ് ചെയ്തു, 25% ഇൻക്രീസ് ചെയ്തു. അതിനുശേഷം എത്രയാണ്, 60% ഇൻക്രീസ് ചെയ്തു, 60% ഇൻക്രീസ് ചെയ്തു. പിന്നെ അത് 2 സക്സീവ് ഇയേഴ്സിലാണ്. പിന്നെ മൂന്നാമത് എന്താ, 50% ഡിക്രീസായി. മൂന്നാമത്തെ വർഷം 50% കുറഞ്ഞു അല്ലേ. ഏതൊക്കെയാണ് കൂടിയത് ഏതൊക്കെയാണ് കുറഞ്ഞതെന്ന് നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ തെറ്റിപ്പോവും. ഓക്കെ, ഇനി 25%, അവിടെ 25% കൂടിയെന്ന് പറഞ്ഞാൽ 25% എങ്ങനെ ഫ്രാക്ഷൻ എഴുതാം, 1/4 അല്ലേ, 1/4. അതായത് 4ൽ നിന്ന് എത്രയായി, പ്ലസ് അല്ലേ, ഈ പ്ലസ് ആയി നോക്കാം. 1/4 പ്ലസ്, അതായത് 4ൽ നിന്ന് 1 എന്താ ചെയ്തേ, കൂടല്ലേ ചെയ്തേ. അപ്പോൾ 4ൽ നിന്ന് 1 കൂടി എത്രയായി, 5 ആയി. അതായത് എൻ്റെ വാല്യൂ 12,014 നിന്ന് എത്രയാ, അതായത് ഈ ഒരു വാല്യൂ 4 ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് 1 കൂടി എത്രയായി, 5 ആയി. അതായത് 25% കൂടിയപ്പോൾ നമ്മൾ എന്താ എഴുതുന്നത്,
125%, അതായത് ഈ ഒരു ഫ്രാക്ഷൻ്റെ 125%. 125%ൻ്റെ ഫ്രാക്ഷനാണ് എത്ര? 5/4. അത് കണ്ടുപിടിക്കാൻ എളുപ്പം. എന്താ 1/4 എഴുതുക, പ്ലസ് എഴുതി എത്ര? 4ൽ നിന്ന് 1 കൂടി എത്രയായി? എനിക്ക് 5/4 ആയി. ഇനി സെയിം 60% എങ്ങനെ എഴുതാം? 3/5 അല്ലേ? 3/5 എത്രയാ? കൂടല്ലേ ചെയ്തേ? പ്ലസ് എഴുതി. ഇനി 5ൽ നിന്ന് എത്രയാ? 3 കൂടി എത്രയായി? 8 ആയി. അതായത് ഈ ഒരു വാല്യൂ നമ്മുടെ ബേസ് വാല്യൂ, അതായത് നേരത്തെയുള്ള വാല്യൂ എപ്പോഴും എന്താ? ഡിനോമിനേറ്ററിൽ എഴുതണം. ഡിനോമിനേറ്ററിൽ എഴുതുക. എത്രയാണോ കൂടിയത് കുറഞ്ഞത് അത് ന്യൂമറേറ്ററുള്ള വാല്യൂ ആയിരിക്കും. അത് ഡിനോമിനേറ്ററിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് അതെന്താ? മുകളിൽ എഴുതുക. അതായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് വാല്യൂ. അതായത് 60% ഇൻക്രീസ് ആയി. 3/5 പ്ലസ് ആണ്. അപ്പോൾ 5ൽ നിന്ന് 3 കൂടി എത്രയായി? 8 ആയി. അപ്പോൾ 5ൽ നിന്ന് 5 എന്നുള്ളത് എത്രയായി? 8 ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ 8/5 ഇതായിരിക്കും. എന്ത്? ഈ 8/5 എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രാക്ഷൻ എന്താ? 160%. അതായത് 60% 160% നിങ്ങൾ നോക്കിയാൽ മതി. 160/100 ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യും? 160/100 0 കട്ടായി. ബാക്കി 2 വെച്ച് കട്ട് ചെയ്താൽ 8 5 സെയിം ഫ്രാക്ഷൻ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ആർക്കും കൺഫ്യൂഷൻ ആവേണ്ട, സെയിം ഫ്രാക്ഷൻ തന്നെയാണ്. ഇനി 50% ഡിക്രീസ് ആണേ. അപ്പോൾ 50% എത്രയാണ്? 1/2 ഡിക്രീസ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? പ്ലസ് അല്ല, നെഗറ്റീവാണ്. ഓക്കെ, -1/2. അതിൽ നിന്ന് നോക്കിടാ, 2ൽ നിന്ന് എത്ര കുറഞ്ഞേ? 1 കുറഞ്ഞു. 2ൽ നിന്ന് 1 കുറഞ്ഞ് ബാക്കി എത്രയുണ്ട്? 1 ഉള്ളൂ ബാക്കി അല്ലേ? അപ്പോൾ 2ൽ നിന്ന് എത്ര? 1 കുറഞ്ഞ് ബാക്കി എത്രയാ? 1 ആയി. ഇത് ചെയ്യുന്ന ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ആൻസർ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫ്രാക്ഷൻ അല്ലേ? 5 5 കട്ടായി. 4 × 2 8 അല്ലേ? അത് കട്ടായി. അതായത് ലാസ്റ്റ് അവസാനം എന്താ? ഇൻറ്റു 1 ബാക്കിയുള്ളൂ. അതായത് ഏതൊരു വാല്യൂ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ സെയിം വാല്യൂ തന്നെ അല്ലേ? 12,014. അതായത് ഒരു ചേഞ്ചും ഇല്ല. അതായത് ഫസ്റ്റ് ഇയറിൽ 25% കൂടി, രണ്ടാമത്തെ വർഷം 60% കൂടി, മൂന്നാമത്തെ വർഷം എത്ര കുറഞ്ഞു? 50% കുറഞ്ഞു. എന്നിട്ടും വാല്യൂ മാറ്റമുണ്ടോ? കൂടി. അതായത് കൂടി പിന്നെ വീണ്ടും കുറഞ്ഞപ്പോൾ പഴയ വാല്യൂയിലേക്ക് തന്നെ വന്നു. അതായത് നമുക്ക് ലാസ്റ്റ് വാട്ട് ഈസ് ദ പോപ്പുലേഷൻ ഓഫ് ദ ടൗൺ അറ്റ് ദ എൻഡ് ഓഫ് ദ 3rd ഇയർ, മൂന്നാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 വർഷം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എത്രയാ? നേരത്തെ എത്ര ഉണ്ടായിരുന്നോ അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൻസർ എത്രയാണ്? 12,014. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്കൊരു ചേഞ്ച് വന്നില്ല. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും ഒരു ലാസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് ലാസ്റ്റ് എന്തെങ്കിലും ഒരു ഫ്രാക്ഷൻ വരും. അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്ത്? നമ്മുടെ ലാസ്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത് HCF LCMൻ്റെ ക്വസ്റ്റ്യനാണ് കിട്ടിയിരിക്കുന്നത്. HCF അതായത് നമുക്ക് 3 വാല്യൂസ് ഉണ്ട്. പോയിന്റിലാണ് തന്നിരിക്കുന്നത്. 0.48, 0.10, 0.20, 1.20, 1.68. ഓക്കെ, അപ്പോൾ എപ്പോഴും പോയിന്റിലിട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ പാടായിരിക്കും. നമുക്ക് കറക്റ്റ് ആൻസർ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പോയിന്റ് മാറ്റുക. ഓക്കെ, ഇവിടെ എന്താ? 2 ഡെസിമലുണ്ട്. എല്ലായിടത്തും 2 ഡെസിമലുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു എന്താ? 100ൻ്റെ ഒരു 100 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? അതായത് 48 ഡിവൈഡ് ബൈ 100 ആണ് എത്ര? 0.48. അപ്പോൾ നമുക്ക് ആ ഫ്രാക്ഷൻ മാറ്റുന്ന രീതിയിൽ എഴുതുക, മുകളിലും താഴെയും. അതായത് ആ ഒരു നമ്പേഴ്സിനെ ഇൻറ്റു 100/100 എഴുതുക. ഓക്കെ, അപ്പോൾ എന്ത് വരും? 48/100, 48/100, 120/100, 168/100. അപ്പോൾ 3 വാല്യൂസിൽ നിന്ന് എത്രയായി? എനിക്ക് പോയിന്റ് എന്നുള്ള വാല്യൂ മാറി കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യുക? 48, 120, 168. എനിക്ക് എന്താ വേണ്ടേ? HCF ആൻഡ് LCM. അത് കണ്ടുപിടിക്കുമ്പോഴാണ് ഇതെന്താ? മൂന്നും ഒരു ഫ്രാക്ഷനിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫ്രാക്ഷൻ തന്നേക്കുമ്പോൾ HCF എന്ന് പറഞ്ഞാൽ എപ്പോഴും, അതായത് HCF ഓഫ് ന്യൂമറേറ്റർ. ഓക്കെ, HCF of numerator by LCM of denominator. എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. അതായത് നമുക്ക് ഫ്രാക്ഷൻ്റെ HCF കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് തന്നേക്കുന്ന എല്ലാ വാല്യൂസിൻ്റെയും ന്യൂമറേറ്ററിൻ്റെ HCF മുകളിൽ കണ്ടുപിടിക്കുക, ഡിവൈഡഡ് ബൈ എന്താ? അതിൻ്റെ LCM കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ഫ്രാക്ഷൻ്റെ LCM ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അത് ന്യൂമറേറ്റർ അങ്ങ് കണ്ടുപിടിക്കുക. നേരത്തെ നമ്മൾ HCF അല്ലേ വേണ്ടത്? നമ്മൾ ന്യൂമറേറ്റർ എന്ത് കണ്ടുപിടിച്ചു? HCF കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടേ? LCM വേണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? LCM ഓഫ് ന്യൂമറേറ്റർ
by HCF of denominator. ഓക്കെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണമെങ്കിലും കണ്ടുപിടിക്കേണ്ടത് അത് മുകളിൽ എഴുതുക, മറ്റത് താഴെ എഴുതുക. അതായത് ഫ്രാക്ഷൻ്റെ എച്ച് സി എഫ് കണ്ടുപിടിക്കാൻ HCF ഓഫ് ന്യൂമറേറ്റർ ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ. നമുക്ക് LCM കണ്ടുപിടിക്കണമെങ്കിൽ LCM ഓഫ് ന്യൂമറേറ്റർ ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? അത് ന്യൂമറേറ്ററിലും മറ്റേത് എന്താ? ഇപ്പോൾ LCM ആണെങ്കിൽ HCF ആയിരിക്കും ഡിനോമിനേറ്ററിൽ, HCF ആണെങ്കിൽ LCM ആയിരിക്കും ഡിനോമിനേറ്ററിൽ. അത് ഒന്ന് ഓർത്തിരിക്കുക രണ്ടും. ഓക്കെ, രണ്ടും ഓർത്തിരിക്കുക. നമുക്ക് എന്താ വേണ്ടേ? HCF വേണം, LCM വേണം. അപ്പോൾ ഞാൻ കണ്ടുപിടിക്കുന്നത് നിങ്ങളിത് ഓർത്തിരുന്നാൽ മതി. ജസ്റ്റ് ഞാനിവിടെ ജസ്റ്റ് നമ്പേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഏതാ? 48 എന്നുള്ള നമ്പർ എടുക്കുന്നുണ്ട്, 120 എന്നുള്ള നമ്പർ എടുക്കുന്നുണ്ട്, 168 എന്ന നമ്പർ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ ജസ്റ്റ് നോക്കി നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്താം. അതായത് കോമൺ ആയിട്ട് ഏതുള്ള മൾട്ടിപ്പിൾ ഉള്ളത്? കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഏതാ? 40ൽ എനിക്ക് 24 വരുന്നുണ്ട്, 12 വരുന്നുണ്ട്, 24 വരുന്നുണ്ട്. 120ലോ 12 കൊണ്ട് 24 ഉണ്ട്. അപ്പോൾ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാല്യൂ ഇതാ 24 ആണ്. 48ൻ്റെ മൾട്ടിപ്പിൾ വരുന്നില്ലല്ലോ, ഇല്ല. ആകെ എന്തേ വരുന്നുള്ളൂ? 24 വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ആ 24 168ൽ വരുന്നുണ്ടോ നോക്കിയാൽ പോരെ. അപ്പോൾ 168 ഡിവൈഡ് ബൈ 24 എത്രയാടാ? 7 പ്രാവശ്യം പോകില്ലേ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? 24 എനിക്ക് HCF എഴുതി കൂടെ. അതായത് ഈ 7 എന്നുള്ള മൾട്ടിപ്പിൾ ഇതിൽ വരുന്നില്ലല്ലോ, അപ്പോൾ ഒന്നിലും കോമൺ ഇല്ല. 24 ഈ 3 നമ്പേഴ്സിൽ നിന്ന് ഞാൻ 24 പുറത്തെടുത്ത് കഴിഞ്ഞാൽ, അതായത് 24 ഞാൻ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട് ഇതിനകത്ത്? 2 ഉണ്ട്. എനിക്ക് ബാക്കി 2 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ എത്രയാ? 7. അതായത് 3ൽ നിന്ന് 24 എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ബാക്കി വരുള്ളൂ. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? 24 ആണോ അതിൻ്റെ HCF? 24 ആണോ? ആലോചിച്ചേക്ക്. 24 ബൈ എന്ത് വരും? ഒരു 100 കിടപ്പില്ലേ, എല്ലാത്തിൽ നിന്ന് ഞാൻ 100 ഡിവൈഡ് ചെയ്തില്ലേ. അപ്പോൾ ബൈ 100 വരുമ്പോഴത്തെ അപ്പോൾ 2 പോയിൻറ്റ് ബാക്കിലോട്ട് വരും. 0.24 എന്ത് വരും? HCF വരും. അതായത് 2 വാല്യൂസ്, അതായത് നോക്കിയിടാ 2 ഓപ്ഷൻ പോയില്ലേ. 0.12ഉം 0.12 കിട്ടിയ 2 HCFൻ്റെ വാല്യൂ പോയില്ലേ. എയും ഡിയും ഉണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുക? LCM കണ്ടുപിടിക്കാം. 48 ഉണ്ട്, 168 ഉണ്ട്. അതായത് HCF ഇൻറ്റു എപ്പോഴും LCM എന്ന് പറഞ്ഞാൽ എന്താ? LCM എന്ന് പറഞ്ഞാൽ HCF ഇൻറ്റു ഒരു നമ്പറാണ്. ഓക്കെ, അതായത് 24 ഉണ്ടല്ലോ രണ്ടിലും. ഇനി 48 257 എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ വാല്യൂ എടുക്കണ്ട. ഓക്കെ, 257ൻ്റെ LCM എത്രയാ? 35 നോക്കുക. 35 വരുമ്പോഴത്തേക്കും 5 വരും, 7 വരും, പക്ഷെ 2 വരുമോ? ഇല്ല അല്ലേ. അപ്പോൾ 35ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക 70. 70ലാണെങ്കിലോ 7 വരും, 5 വരും, 2 വരും. അങ്ങനെയാണെങ്കിൽ നേരത്തെ എനിക്ക് HCF എത്രയാ? ഞാൻ 24 ആയിട്ട് എടുത്തു, ഇൻറ്റു 70 അല്ലേ. 24 ഇൻറ്റു 70 എത്രയാ? 1680. ഇതാണെന്ത്? എൻ്റെ LCM. ഇതാണോ? അല്ലല്ലോ. ഒരു ബൈ 100 ബാക്കിയില്ലേ. അപ്പോൾ ഒരു ബൈ 100 കൊടുക്കുക. എത്രയായി? ഒരു 0 പോയി. അപ്പോൾ എന്ത് വരും? 16.8 എന്ത് വരും? എൻ്റെ LCM ആയിട്ട് വരും. ഇതിനകത്ത് 16.8 ഏതാ ഉള്ളത്? ഇതല്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും എന്ത്? എൻ്റെ ആൻസർ. മനസ്സിലായോ? അതായത് നമ്മുടെ ആ ഒരു ഫ്രാക്ഷൻ കണ്ടിട്ട് മീൻസ് ഒരു പോയിന്റ് ഡെസിമൽ വാല്യൂ കണ്ടിട്ട് ഒന്നും പേടിക്കണ്ട. ആ 40 നമ്പേഴ്സ് എടുക്കുക, അതെടുക്കുക. നമുക്ക് ഏതാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ ലാസ്റ്റ് ചെയ്യുക കേട്ടോ. അത് അവസാനം മറന്നു പോരുത്, അത് ഡിവൈഡ് ചെയ്യണം. ഇത് അഥവാ ഇവർ ചിലപ്പോൾ 24 എന്ന വാല്യൂ എടുക്കാൻ ചിലപ്പോൾ അറിയാണ്ട് മാർക്ക് ചെയ്ത് പോവും. അതുകൊണ്ട് ആ ഒരു ഡിവൈഡ് ചെയ്യുന്ന ഏത് വാല്യൂ ആണോ അത് വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യുക. ചിലപ്പോൾ ഇവർ 4 ഓപ്ഷനിൽ ചിലപ്പോൾ HCF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 24, 2.4, 240 അങ്ങനെ കിടക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ആവണ്ട. ഏത് നമ്പറാണോ ഡിവൈഡ് ചെയ്തത് അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി, മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, ആൻഡ് എക്സ്റ്റീരിയർ ആംഗിൾ ആൻഡ് ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ആർ ഇൻ ദ റേഷ്യോ 1:8. എക്സ്റ്റീരിയർ ആംഗിൾ ഇൻറ്റീരിയർ ആംഗിൾ എന്താണെന്നറിയാവോ? അതായത് നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ഇതൊരു ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ആംഗിൾ എ, ഇത് ബി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എക്സ്റ്റീരിയർ, അതായത് മൂന്നാമത്തെ സൈഡ്, ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എന്താ? ഈ ഒരു ആംഗിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആയിരിക്കും അതിൽ നിന്ന് 180 കുറയ്ക്കുന്ന വാല്യൂ. അതായത് എന്താ? ഇതൊരു ലീനിയർ പെയർ ആയിരിക്കും. അതായത് ഏതൊരു സൈഡിൻ്റെയും ഏതൊരു പോളിഗണിൻ്റെ ഒരു സൈഡിൻ്റെ ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും എപ്പോഴും എന്താ? ഒരു ലീനിയർ പെയർ ആയിരിക്കും. അതായത് എന്താ? അതിൻ്റെ സമ്മ് 180 ആയിരിക്കും. അതായത് ഈ ഒരു ആംഗിൾ എനിക്ക് ഞാൻ സി എന്ന് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ആംഗിൾ സി, അല്ലേ സോറി ഇത് തന്നെ എടുക്കാം, സി എന്ന് എടുക്കുകയാണെങ്കിൽ
അതായത് ആംഗിൾ സിയുടെ എൻ്റെ അടുത്ത് ചോദിക്കുക ആംഗിൾ സിയുടെ എക്സ്റ്റീരിയർ ആംഗിൾ ഏതാണ്, എങ്ങനെ എനിക്ക് കണ്ടുപിടിക്കാം? അതായത് ഏത് ആംഗിളാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് രണ്ട് ആംഗിൾസിൻ്റെ സമ്മായിരിക്കും എന്ത് എനിക്ക് അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ സിയുടെ എക്സ്റ്റീരിയർ ആംഗിൾ ഏതായിരിക്കും? എ പ്ലസ് ബി. സി എന്ന് മാത്രം എടുക്കണ്ട. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബി എന്ന ആംഗിളിൽ നോക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ഇങ്ങനെ വരയ്ക്കാം, ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങനെ വരയ്ക്കാം. ഏതായാലും ഒരുപോലെയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങോട്ട് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തതുപോലെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ആംഗിൾ എടുത്താലും കിട്ടും. ഞാനത് കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ എന്താ 180 അല്ലേ, ഏതെങ്കിലും ഈ ഒന്നെങ്കിൽ ഈ ലൈൻ അല്ലെങ്കിൽ ഈ ലൈൻ ഏതെങ്കിലും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ബിയുടെ എക്സ്റ്റീരിയർ ആംഗിൾ എനിക്ക് വേണ്ടത്. അതായത് ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിൻ്റെ ഓപ്പോസിറ്റുള്ള രണ്ട് ആംഗിൾസിൻ്റെ സമ്മായിരിക്കും എന്ത് ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ. അതായത് എ പ്ലസ് സി ആയിരിക്കും എന്താ ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ. അതായത് ഒന്നുമില്ല, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതിന് രണ്ടിൻ്റെ സം, അതായത് ഒരു ആംഗിളിൽ ഇൻറ്റീരിയർ ആംഗിൾ പ്ലസ് എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം എപ്പോഴും എന്താ 180 ആയിരിക്കും. നമുക്കിവിടെ തന്നേക്കുന്നത് ഒരു റെഗുലർ പോളിഗൺ. റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്രയോ സൈഡ്സ് ഉണ്ട്, അതിൻ്റെ എല്ലാ സൈഡും എന്താ ഈക്വലാണ്, എല്ലാ സൈഡും ഈക്വലാണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ. നമുക്ക് തന്നേക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, എന്താ ഇവിടെ റേഷ്യോ, അതായത് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ടു ഇൻറ്റീരിയർ ആംഗിൾ, എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ടു ഇൻറ്റീരിയർ ആംഗിൾ റേഷ്യോ 1:8. അതായത് എക്സ്റ്റീരിയർ ആംഗിൾ 1 യൂണിറ്റ് ആണെങ്കിൽ ഇൻറ്റീരിയർ ആംഗിൾ എത്രയായിരിക്കും? 8 യൂണിറ്റ് ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞത് എന്താ, ഇതിന് ടോട്ടൽ സം എന്തായിരിക്കും? എപ്പോഴും 180 ആയിരിക്കും. അതായത് 1:8. ഇപ്പോൾ ടോട്ടൽ യൂണിറ്റ് എത്രയാ? ടോട്ടൽ 9 യൂണിറ്റ് അല്ലേ? അപ്പോൾ 9 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 180 ആയിരിക്കും. 9 യൂണിറ്റിൻ്റെ വാല്യൂ 180 ആണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാ? ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 20 അല്ലേ? ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 20. അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്സ്റ്റീരിയർ ആംഗിൾ എത്ര കണ്ടുപിടിക്കാം? എക്സ്റ്റീരിയർ ആംഗിൾ 1 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് തന്നെയാണ് എനിക്ക് എന്ത് കിട്ടി? 20 കിട്ടി. ഇനി ഒരു കാര്യം ചെയ്തേ, നമുക്ക് ഒരു പോളിഗൺ ഉണ്ട്. ഒരു പോളിഗൺ എത്ര സൈഡുള്ള പോളിഗൺ ആയാലും അതിൻ്റെ ടോട്ടൽ, അതായത് അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ ഓരോ സൈഡിനും ഓരോ എക്സ്റ്റീരിയർ ആംഗിൾ കാണുമല്ലോ. അപ്പോൾ എല്ലാ സൈഡ്സിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതായത് എല്ലാ സൈഡ്സിൻ്റെയും ഇപ്പോൾ ഇവിടെ എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്താ, ഞാൻ ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ വരച്ചു. ഇതേ പ്ലസ് ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 180 കിട്ടണം, 360 കിട്ടണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ 360 കിട്ടണം. അതായത് 3 സൈഡായാലും 4 സൈഡായാലും 5 സൈഡായാലും എന്നിൻ്റെ വാല്യൂ എന്തായാലും ടോട്ടൽ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അത് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്സ്റ്റീരിയർ ആംഗിൾ എത്ര കിട്ടി? 20 ഡിഗ്രിന്ന് കിട്ടി. 20 ഡിഗ്രിന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എടാ നമുക്ക് ടോട്ടൽ സൈഡ് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് ഒരു ആംഗിൾ അറിയാമല്ലോ, 20 ഡിഗ്രി. അപ്പോൾ 20 ഡിഗ്രി ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് സൈഡ്സ്, എല്ലാ സൈഡും ഓരോ സൈഡിലും ഓരോ 20 ഡിഗ്രി വീതം ഉണ്ടെങ്കിൽ ടോട്ടൽ ഇൻറ്റു n ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 360 കിട്ടണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടോട്ടൽ നമ്പർ ഓഫ് സൈഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 360/20 ചെയ്താൽ മതി. എത്ര കിട്ടും? 18 കിട്ടും. അതായത് എൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 18 ആണ്. മനസ്സിലായോ? നമ്പർ ഓഫ് സൈഡ്സ് 18 ആണ്. ഇനി ഇൻറ്റീരിയർ ആംഗിൾസ് വെച്ച് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? 8 യൂണിറ്റ് കണ്ടുപിടിക്കുക. എത്രയാ? 160 ഡിഗ്രി. എന്നിട്ട് ടോട്ടൽ നമ്പർ ഓഫ്, അതായത് നമുക്ക് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. അതായത് 9/2 ഇൻറ്റു 180 ആണ് എന്താ ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ സം ഓഫ് ദ ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പോൾ ഓരോ ഇൻറ്റീരിയർ ആംഗിൾ ആണെങ്കിൽ ബൈ n ആണ് ചെയ്യേണ്ടത്. ഈക്വൽസ് എത്രയാ? 160. ഇത് ചെയ്യുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനോട്ട് പോവും. അതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇത് ചെയ്യുന്നതായിരിക്കും, കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടും. നമുക്ക് ചെയ്യുന്ന പല രീതിയിൽ ചെയ്യാം, എളുപ്പമുള്ള രീതിയിലേ വേണ്ടത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ത് ചെയ്താൽ മതി? എളുപ്പമുള്ള രീതിയിൽ കണ്ടുപിടിക്കാം. അതായത് 360/20. സിമ്പിളാണ്. നമുക്ക് പേപ്പറും പേനയും ഒന്നും എടുക്കുക പോലും വേണ്ട, ഡയറക്റ്റായിട്ട് കണ്ടുപിടിച്ച് എഴുതാം. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം പേന പേപ്പറൊന്നും എടുക്കാണ്ട് ചെയ്യുന്നത് നല്ലത്. 1:8 കണ്ടുപിടിക്കുക. 9 യൂണിറ്റാണ് 360 ഡയറക്റ്റായിട്ട് മനസ്സിലാക്കുക. 9 യൂണിറ്റാണ് 180 ഡയറക്റ്റായിട്ട് മനസ്സിലാക്കുക. 9 × 2 20. ഓക്കെ, അപ്പോൾ 1 × 20. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ എത്ര? 1 യൂണിറ്റ് 20 തന്നെയാണ്. അപ്പോൾ 360/20 18 ഡയറക്റ്റായിട്ട് എഴുതാമല്ലോ. ശരിക്കും പറഞ്ഞാൽ പേന പേപ്പർ എടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് സ്പീഡിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അടുത്ത് ട്രാൻസ്വേഴ്സൽ ലൈൻ. 2 ട്രാൻസ്വേഴ്സൽ ലൈൻസ് എസ് ആൻഡ് ടി. ട്രാൻസ്വേഴ്സൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള 2 ലൈൻസാണ്. അതായത് ഓക്കെ, സ്ട്രെയിറ്റ് ലൈനാണ് കേട്ടോ. എസ് ആൻഡ് ടി, അതായത് ഒന്നിൻ്റെ എസ്സും മറ്റേതിൻ്റെ പേര് ടി ആണ്. അങ്ങനെയാണെങ്കിൽ എസ് ആൻഡ് ടി കട്ട്സ് ടു
parallel lines in points A, B, C, D and T cuts parallel lines in the point E, F, G, H. അതായത് എത്ര പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്? എ ബി സി ഡി 4, ടിയോ 4. അതായത് 4 പാരലൽ ലൈൻസ് ഉണ്ട്. 1, 2, 3, 4. ഓക്കെ, 4 പാരലൽ ലൈൻസ് ഉണ്ട്. ഇത് രണ്ടും ട്രാൻസ്വേഴ്സ് ലൈനാണ്. എസ് എവിടേക്കാണ് കട്ട് ചെയ്യുന്നത്? എ ബി സി ഡി അല്ലേ? അപ്പോൾ എസ് ഇവിടെ കട്ട് ചെയ്യുന്നത് എയിൽ, ഇവിടെ കട്ട് ചെയ്യുന്നത് ബിയിൽ, ഇവിടെ ആണെങ്കിൽ സി, ഇവിടെ ആണെങ്കിൽ ഡി. ഓക്കെ, എസ് ഇവിടെ കട്ട് ചെയ്തു, ബി സി ഡി 4 സൈഡത്ത് കട്ട് ചെയ്തു. ടി എവിടേക്കാണ് കട്ട് ചെയ്യുന്നത്? ഇ എഫ് ജി ആൻഡ് എച്ച്. ടി ആദ്യം കട്ട് ചെയ്യുന്ന സ്ഥലം ഇ, രണ്ടാമത്തത് എഫ്, മൂന്നാമത്തത് ജി, നാലാമത്തത് എച്ച്. ഓക്കെ, അതായത് ടി കട്ട് ചെയ്യുന്ന സ്ഥലം കിട്ടി, എസ് കട്ട് ചെയ്യുന്ന സ്ഥലം കിട്ടി. ഇനി നമുക്ക് തന്നേക്കുന്നത് എ ബിയുടെ വാല്യൂ 5 യൂണിറ്റ്, 5 യൂണിറ്റ് അല്ല 5 സെൻറ്റിമീറ്റർ ആണ്. സി ഡിയുടെ വാല്യൂ സി ഡി എന്ന് പറയുമ്പോൾ ഇവിടെ വരും. സി ഡിയുടെ വാല്യൂ 3 ആണ്. പിന്നെ എന്താ അതിനുള്ള ഇ എഫ് വന്നിട്ടുണ്ട്. ഇ എഫ് എത്രയാ? 15 അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ജി എച്ചിൻ്റെ വാല്യൂ ആണ്. അതായത് ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ വാല്യൂ എത്ര? എപ്പോഴും ഇവിടെ രണ്ട് ട്രാൻസ്വേഴ്സ് ലൈൻ തന്നിട്ടുണ്ട്. മൊത്തം പാരലൽ ലൈൻസ് ആണെങ്കിൽ ഇവിടെ എ ബി ഈസ് ടു ഇ എഫിൻ്റെ റേഷ്യോ ആയിരിക്കും ബി സി ഈസ് ടു എഫ് ജി. അതുപോലെ തന്നെയാണ് സി ഡി ഈസ് ടു ജി എച്ച്. ഓക്കെ, അതായത് എ ബി ബൈ ഇ എഫിൻ്റെ സെയിം റേഷ്യോ ആയിരിക്കും ബി സി ബൈ എഫ് ജി. അതുപോലെ തന്നെയാണ് സി ഡി ബൈ ജി എച്ച്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ജോമെട്രിക് പ്രോഗ്രഷൻ. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്, പിക്ചോറിക്കൽ മെത്തേഡായിട്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് എ സി ആണെങ്കിൽ എ സി ഈസ് പ്രൊപ്പോർഷണൽ ടു, അതായത് എ സിയും എന്താ ഇ ജിയുമാണ് പ്രൊപ്പോർഷണൽ. സെയിം റേഷ്യോ എന്ത് വരും? ബി ഡിയും എഫ് എച്ചും വരും. മനസ്സിലായോ? അതായത് ഇതെപ്പോഴും ഇത് 4 പാരലാണ്, ഇത് 2 ട്രാൻസ്വേഴ്സ് ലൈൻ ആണെങ്കിൽ എപ്പോഴും ഇതായിരിക്കും. നമുക്ക് തന്നേക്കുന്നത് എന്താ? എ ബിയുടെയും ഇ എഫിൻ്റെയും കാര്യം മാത്രം നോക്കിയാൽ മതി. അതായത് എ ബിയും ഇ എഫും എങ്ങനെയാണ് സ്കെയിൽ ചെയ്യുന്നത്? എ ബി ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? ഇ എഫ് എന്നുള്ള വാല്യൂ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ സി ഡി ഇൻറ്റു 3 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ജി എച്ച് എന്ന വാല്യൂ കിട്ടും. 3 ഇൻറ്റു 3 എത്രയാണ്? 9 അല്ലേ? 9. അപ്പോൾ ജി എച്ചിൻ്റെ വാല്യൂ എന്താണ്? 9 ആണ്. ഓക്കെ, എളുപ്പമുള്ള ടോപ്പിക്കാണ്. നമുക്ക് ആ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ജോമെട്രിയുടെ എല്ലാ കൺസെപ്റ്റ്സും മാക്സിമം പഠിക്കുന്നത് നല്ലത്. കാരണം പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാനുള്ള പാടേ ഉള്ളൂ. കൺസെപ്റ്റ്സ് അറിയാമെങ്കിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ആക്ച്വലി ഈ ഒരു ഫിഗർ വരയ്ക്കാണ്ട് തന്നെ മനസ്സിൽ ഓർക്കാൻ പറ്റിയാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലോട്ട് എത്താം. കാരണം നോക്കിയേ, എ ബിയും എവിടെ കട്ട് ചെയ്യുന്നത്? ഇ എഫും അല്ലേ? അതായത് എ ബി ഈസ് കട്ട് ഇ എഫ്, അതായത് അങ്ങനെയല്ല, എ ബിയും ഇ എഫും ആണ് കറക്റ്റ് കട്ട് ചെയ്ത പ്രൊപ്പോർഷൻ വരുന്നത്. അപ്പോൾ എ ബി അറിയാം എത്ര? 5, ഇ എഫ് എത്രയാ? 15. അപ്പോൾ 5 ഇൻറ്റു 3 ആണ് എത്ര? 15 എന്ന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്താ? ജി എച്ച് അല്ലേ? അപ്പോൾ ജി എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ജി എച്ച് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2 അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് 2 സി ഡിയുടെ സ്കെയിൽ ചെയ്താൽ കറക്റ്റ് എന്താ? ജി എച്ച് കിട്ടും. സി ഡി എത്രയാ? 3. അപ്പോൾ 3 ഇൻറ്റു 3 9. മനസ്സിലായോ? അതായത് നമുക്ക് കറക്റ്റ് ഫിഗർ വരയ്ക്കേണ്ട കാര്യമില്ല, ക്വസ്റ്റ്യനിൽ നിന്ന് പിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. From a taxi stand, 2 cabs start at a speed of 74 km/h at an interval of 28 minutes. Both cabs travel in the same direction. A man coming in the opposite direction towards the taxi stand meets the cabs at an interval of 10 minutes. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഒരു ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ഒരു രണ്ട് ക്യാബ് വരുന്നുണ്ട്. അത് രണ്ടിൻ്റെയും സ്പീഡ് എത്രയാണ്? 74 km/h ആണ്. അതിൽ പോകുന്നത്, അതായത് ആദ്യത്തെ ആൾ ക്യാബിൽ നിന്ന് ടാക്സി സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടു. കറക്റ്റ് 28 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആളും പുറപ്പെട്ടു. രണ്ടുപേരുടെയും സ്പീഡ് ഒന്നാണ്. അതായത് അവർ തമ്മിലുള്ള ഗ്യാപ്പ് എപ്പോഴും എന്താ? ഈക്വൽ ആയിരിക്കും. തുടങ്ങിയപ്പം ഫസ്റ്റത്തെ ആൾ ഇതാണ് ടാക്സി സ്റ്റാൻഡെങ്കിൽ രണ്ടാമത്തെ ആൾ ഇവിടെ 28 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റത്തെ ആൾ ഇവിടെ എത്തി. അപ്പോൾ രണ്ടാമത്തെ ആൾ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ? ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതായത് എയിലാണ് ബിയിലാണെന്ന് വെച്ചോ. രണ്ടാമത്തെ ആൾ എയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റത്തെ ആൾ എവിടെ എത്തി? ബിയിലെത്തി. 28 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എന്താ? ബിയിലോട്ട് എത്തിയത്. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരുടെയും സ്പീഡ് സെയിം അല്ലേ? റിലേറ്റീവ് സ്പീഡ് സെയിം ആണ്.
അതായത് എത്ര നേരം കഴിഞ്ഞാലും ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് മാറുന്നില്ല. എത്ര നേരം പോയാലും ഇവർ തമ്മിലുള്ള ഗ്യാപ്പ്, അതായത് ഈ 28 മിനിറ്റ്സ് ഇവരുടെ സ്പീഡ് കൊണ്ട് 28 മിനിറ്റ്സ് കൊണ്ട് പോകുന്ന ഗ്യാപ്പ് എത്രയാണോ ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. രണ്ടുപേരുടെ സ്പീഡും സെയിം അല്ലെങ്കിൽ ഡിഫറൻറ്റ് വന്നാൽ മാത്രമേ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് ഒന്നെങ്കിൽ കൂടും അല്ലെങ്കിൽ കുറേ ചെയ്യുന്നുള്ളൂ. റിലേറ്റീവ് സ്പീഡ് അനുസരിച്ചിരിക്കും. ഇവരുടെ സ്പീഡ് സെയിം ആയത് കാരണം സെയിം ആയിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ എ മാൻ കമ്മിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് നിന്ന് ഒരാൾ വരുന്നുണ്ട്. അയാൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു ക്യാബ് കഴിഞ്ഞു, അയാൾ ഈ 2 ക്യാബിനെ കാണുന്നുണ്ട്. ഇത് രണ്ടുപേരും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്നുള്ള ഒരാൾ ഓപ്പോസിറ്റ് നിന്നാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയാൾ കാണുന്നത് ഒന്നാമത്തെ ക്യാബിനെ കണ്ടു, 10 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ക്യാബിനെ കണ്ടു. അതായത് ഇവിടെ അയാൾ കാണുന്നത് 10 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ്. 10 മിനിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ, ഇവർ തമ്മിൽ രണ്ടുപേരുടെയും സ്പീഡ് സെയിം ആണ്, രണ്ടുപേർ പോകുന്ന ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എപ്പോഴും എന്താ, സെയിം ആയിരിക്കും. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അത് കീപ്പ് ചെയ്തായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇയാൾ കാണുന്നത് പക്ഷേ ബിയും എയും തമ്മിലുള്ള ഗ്യാപ്പ്, അയാൾ ആദ്യം കാണുന്ന ഏതായിരിക്കും? ഫസ്റ്റ് പോകുന്ന ആളെ കണ്ടു, അയാൾ പാസ് ചെയ്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാമത്തെ ആൾ പാസ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് 28 അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം അല്ലേ രണ്ട് കേസിലും അല്ലേ? ഡിസ്റ്റൻസ് എനിക്ക് എന്ത് എഴുതാം? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ ഫസ്റ്റ് കേസിൽ 2 ബസ്, അതായത് ടാക്സി സ്റ്റാൻഡ്, നമ്മൾ 2 കേസ്, അതായത് ടാക്സി സ്റ്റാൻഡിൽ നിന്നുള്ള ഒരു കേസും ഫസ്റ്റ് ഈ അയാൾ ട്രാവൽ ചെയ്യുക, അയാളുടെ കേസും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ മാൻ, അയാളുടെ സ്പീഡായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കേസ് D1 അല്ല, ഡിസ്റ്റൻസ് സെയിം ആണ്, D എന്ന് എടുക്കുന്നുള്ളൂ. സ്പീഡ് എത്രയാണ്? 74 74 വീതം അവർ എത്ര മിനിറ്റ് സഞ്ചരിച്ചു? 28 മിനിറ്റ്സ് അല്ലേ? അപ്പോൾ സ്പീഡിന് ടൈം അല്ലേ ഇത്? 74 എന്നുള്ള km/h ആണ്. അപ്പോൾ 28 മിനിറ്റ്സിന് എനിക്ക് അവറിലാക്കണം. അപ്പോൾ 28/60 ചെയ്യാം. 28/60. ഇപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇവർ ആക്ച്വലി ഡിസ്റ്റൻസ്, അതായത് AB എന്നുള്ള ഡിസ്റ്റൻസ് എനിക്ക് കിട്ടും. AB എന്നുള്ള ഡിസ്റ്റൻസ് എനിക്ക് കിട്ടും. ഇനി കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത് ഡിസ്റ്റൻസ് സെയിം ആണല്ലോ. അതായത് ഇയാൾ വരുന്നത് ഒരു X സ്പീഡാണെന്ന് വെച്ചോ, X km/h. എനിക്കറിയില്ല, അതാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. ഇൻ km/h ആണ്, X km/hലാണ് പുള്ളി ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ റിലേറ്റീവ് സ്പീഡ് എടുത്തായിരിക്കും. അതായത് ഒരു ഓപ്പോസിറ്റ് ആൾ വരുന്നു, ഇങ്ങോട്ട് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് വരുമ്പോഴത്തേക്കും സ്പീഡ് എന്താ? ആഡ് അല്ലേ ചെയ്യണ്ടേ? അതായത് ഓപ്പോസിറ്റ് വരുമ്പോഴത്തേക്കും സ്പീഡ് ആഡ് ചെയ്യണം. അപ്പോൾ ഇയാളുടെ സ്പീഡ് X ആണ്, ഇവിടുന്ന് ഓപ്പോസിറ്റ് പോകുന്നത് എത്രയാണ്? 74 km/h. അപ്പോൾ ടോട്ടൽ സ്പീഡ് എത്ര വരും? 74 + X വരും. 74 + X വരും ആണല്ലോ, 74 + X. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു ഇയാൾ എത്ര ഗ്യാപ്പ് ഇട്ടാണ് കാണുന്നത്? അതായത് സ്പീഡ് എഴുതി, സ്പീഡാണ് എത്ര? 74 + X ഇൻറ്റു ടൈം എത്രയാണ് ഇവർ നമ്മൾ കാണുന്നത്? 10 മിനിറ്റ്സ് അല്ലേ? ഫസ്റ്റത്തത് 28 മിനിറ്റ്സ് ആയിരുന്നു, രണ്ടാമത് കാണുന്നത് 10 മിനിറ്റ്സാണ്. അപ്പോൾ ഈ ഒരു സ്പീഡിലാണെന്താ, അതായത് സ്പീഡ് കൂടി, അപ്പോൾ എന്ത് ചെയ്യണം? ടൈം കുറയും. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ്. ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ സ്പീഡിൻ്റെ ടൈം ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ്. ഇവിടെ എന്താ, സ്പീഡ് കൂടിയപ്പോൾ നേരത്തെ 28 മിനിറ്റ് ആയിരുന്നെങ്കിൽ സ്പീഡ് കൂടിയപ്പോൾ എത്രയായി? ടൈം കുറച്ചെടുക്കണ്ടേ? സ്പീഡ് കൂടുമ്പോൾ ടൈം കുറയണം, അല്ലെങ്കിൽ സ്പീഡ് കുറയുമ്പോൾ ടൈം കൂടണം. അതായത് ഇവിടെ എത്ര എടുക്കുന്നുള്ളൂ? 10 മിനിറ്റ് എടുക്കുന്നുള്ളൂ. 10/60 ആണല്ലോ. പിന്നെ നേരത്തെ പറഞ്ഞ കേസ് എന്താ? രണ്ടിലും ഡിസ്റ്റൻസ് സെയിമാണ്. അതായത് ഫസ്റ്റ് കേസ് എന്താ പറഞ്ഞേ? 74 × 28/60. ഇവിടുത്തെ ഡിസ്റ്റൻസും 74 + X × 10/60. ഇവിടുത്തെ ഡിസ്റ്റൻസും സെയിം ആണ്. അങ്ങനെ എനിക്ക് 60 കട്ട് ചെയ്തൂടെ? രണ്ടിടത്തും കോമൺ ആണ്. പിന്നെ എന്ത് ചെയ്താൽ മതി? 74 × 28. 74 × 28 ഈക്വൽസ്, ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 74 × 10 + 10x. എനിക്ക് ഇതിപ്പുറത്തോട്ട് ഒന്നുകൂടെ 74 × 28 അല്ലേ? അപ്പോൾ 74 × 28 - 10 എത്രയാണ്? 18. അപ്പോൾ 74 × 18, ഈ 10 കിടക്കല്ലേ, അപ്പോൾ ഈ 10 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. കാൽക്കുലേഷൻ കുറച്ചുകൂടെ എളുപ്പമാക്കുക നമ്മൾ വെറുതെ, അല്ലെങ്കിൽ 74 × 28 ചെയ്യുക, ആ വാല്യൂന്ന് എത്രയാണ്? 74 × 10, 740 കുറയ്ക്കുക, അങ്ങനെ ചെയ്യുക.
വെറുതെ സമയം കളയാതിരിക്കാൻ എന്താ ഇവിടെ 74 കോമൺ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് എടുത്തു. അപ്പോൾ 28 - 10 എത്രയാണ് 18. 74 × 18 ഒറ്റ വാല്യൂ ചെയ്താൽ മതി. ഇത് കട്ട് ചെയ്യണമെന്ന് നിൽക്കണ്ട. ബൈ 10 ആയതുകൊണ്ട് എന്താ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. എല്ലാത്തിനും എന്താ ഒരു പോയിന്റ് വരുന്നുണ്ട്. അതായത് നമുക്ക് അപ്രോക്സിമേഷൻ അല്ല, കറക്റ്റ് വാല്യൂ ആണ്. അപ്പോൾ വെറുതെ 2 വെച്ച് കട്ട് ചെയ്ത് വെറുതെ കൺഫ്യൂഷൻ ആക്കണ്ട. 10 അങ്ങനെ തന്നെ കിടന്നോട്ടെ. 74 × 18 എത്രയാണ് 8 × 4 32 അല്ലേ. പിന്നെ എത്രയുണ്ട് 56. 56 + 4 60. 60 + 3 ഒരു ബാക്കിയുണ്ട് 63. 6 7 6 13 1332 കിട്ടി. ഇനി എന്താ ഒരു ബൈ 10 കിടക്കില്ലേ, അതെന്താ എന്ത് ചെയ്താൽ മതി, ഒരു പോയിന്റ് ഇടുക. 133.2. ഓക്കെ, 133.2 ഇതായിരിക്കും എന്ത് എൻ്റെ ആരുടെ സ്പീഡാ, എക്സിൻ്റെ വാല്യൂ കിട്ടിയേ ആരുടെ സ്പീഡാ, അയാളുടെ സ്പീഡ് അല്ലേ, അതായത് ഓപ്പോസിറ്റ് വരുന്ന ആളുടെ സ്പീഡ്. ഓക്കെ, 133.2. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ NTPCയിൽ ചോദിച്ചു വരുന്നത്. കുറച്ച് അതായത് സംഭവം സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്, ഡിസ്റ്റൻസ് സെയിം ആവുന്നു, പക്ഷേ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവില്ല. പല ടൈപ്പിലുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ബേസിക് സാധനം ഉപയോഗിക്കുന്നതേ ഉള്ളൂ, പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആ ഒരു അവർ ചോദിച്ചിരിക്കുന്ന ഉദ്ദേശം മനസ്സിലാക്കാതെ അതിൻ്റെ പേരിൽ ചെയ്യാൻ വിട്ടു പോകുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Sapna invested 20,900 on simple interest, partly at 10% per annum and partly at 9% per annum. Okay, if she earns equal interest from the two investments after 5 years, then find the sum invested at 10% per annum. ഒരാൾ 20,900 ടോട്ടലാണ്, അതായത് 2 സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ എമൗണ്ട് ആണ് എത്രയാണ് 20,900. അതിൽ ഒരു ഭാഗം 10% ഇടുന്നുണ്ട്, രണ്ടാമത്തെ ഭാഗം 9% ഇടുന്നുണ്ട്. മൊത്തം രണ്ടും എത്രയാ 5%. 5 ഇയേഴ്സിലോട്ടാണ് ഇടുന്നത്, 5 വർഷത്തേക്കാണ് ഇടുന്നത്. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസാണല്ലേ പറയുന്നുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് നോക്കുക. കാരണം രണ്ട് മെത്തഡാണ് ചെയ്യുന്നത്. 2 ആൻസറിലായിട്ട് വരും. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് കോമ്പൗണ്ട് ചെയ്യും, ആ സെയിം ആൻസർ ഓപ്ഷനിൽ കിടക്കും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ 20,900. അപ്പോൾ ഒരു വാല്യൂ എക്സ് ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സം ഇൻവെസ്റ്റഡ് ആയിട്ട് 10% ആണ് അല്ലേ. 10% പെർ ആനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് വേണ്ടത്. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് ആണെങ്കിൽ ഞാൻ എക്സ് എന്നുള്ള എമൗണ്ട് ആണ് 10% ഇടുന്നതെന്ന് ആലോചിക്കുക. 10% പെർ ആനം. ഓക്കെ, അതായത് 10% പെർ ആനത്തിൽ ഒരു വാല്യൂ ഇടുന്നുണ്ട്. എക്സ് എന്ന വാല്യൂ 10% പെർ ആനം. PNR അല്ലേ, PNR/100 അല്ലേ. അപ്പോൾ എനിക്ക് 10% ഇൻറ്റു എത്രയാ 5 വർഷത്തേക്ക്. ഓക്കെ, ഈ 100 എഴുതണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേഴ്സൻ്റ് ഇട്ടാൽ മതി, കട്ട് ചെയ്ത് പോകും കേട്ടോ. പേഴ്സൻ്റ് ഇട്ടാൽ മതി. ഓക്കെ, എക്സ് ഇൻറ്റു 10% ഇൻറ്റു 5 ആണ് രണ്ടാമത്തെ വാല്യൂ. 20,900 മൈനസ് എക്സ്, അതായത് ടോട്ടൽ വാല്യൂ ആണ് എത്ര 20,900. അതിൽ നിന്ന് എക്സ് കുറച്ചു. ബാക്കിയുള്ള വാല്യൂസ് ആണ് ഞാൻ എന്ത് ചെയ്തത്, ബാക്കിയുള്ള വാല്യൂ 9% 5 വർഷത്തേക്ക് ഇടുന്നുണ്ട്. 9% 5 വർഷത്തേക്ക് ഇടുന്നുണ്ട്. രണ്ടിലും പേഴ്സൻ്റ് വരുന്നില്ലേ, പേഴ്സൻ്റ് രണ്ടും കട്ടാക്കാം. പേഴ്സൻ്റ് രണ്ടും കട്ടാക്കാം. ഇനി 5 വരുന്നില്ലേ, 5 കട്ടാക്കാമല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി, എക്സ് 10x ഈക്വൽസ് 20,900 മൈനസ് എക്സ് ഇൻറ്റു 9 ചെയ്യാം. ഓക്കെ, ക്രോസ് പുറത്തെടുക്കുമ്പോൾ 10x ഈക്വൽ ടു 8. ഓക്കെ, 0 മൈനസ് 9x. അതായത് ഓക്കെ, അതായത് ഇവിടെ നോക്കിയേ, നമുക്ക് വെറുതെ കാൽക്കുലേഷൻ ഒരുപാട് ആക്കണ്ട. ഓക്കെ, വെറുതെ കാൽക്കുലേഷൻ ഒരുപാട് ആക്കണ്ട, വേറെ രീതിയിലുണ്ട്. അതായത് നമുക്ക് എന്തറിയാം, ഒരു കാര്യം അറിഞ്ഞാൽ മതിയല്ലോ. അതായത് ടോട്ടൽ സമ്മ് എക്സും അതിൽ നിന്നൊരു വാല്യൂ കുറയ്ക്കുന്നൊരു സമ്മും ഉണ്ട്. ടോട്ടൽ സമ്മ്, അതായത് ഞാൻ എടുക്കുക എക്സും വൈയും, ടോട്ടൽ സമ്മാണ് എത്രയാ 20,900. ഓക്കെ, ഇത് ചെയ്ത് സോൾവ് ചെയ്ത ആൻസർ കിട്ടും കേട്ടോ. വെറുതെ സമയം കളയണ്ട, ഞാൻ എളുപ്പത്തിലുള്ള വഴി പറഞ്ഞുതരാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 20,900. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടോട്ടൽ വാല്യൂ എക്സ് പ്ലസ് വൈ ആണ് 20. എനിക്ക് റേഷ്യോ എന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എക്സ് എന്നുള്ള വാല്യൂ ഞാൻ എത്ര ഇടുന്നുണ്ട്, 10% ഇടുന്നുണ്ട്. 5 വർഷത്തേക്കല്ലേ, സെയിം ഇയർ ആണ്. ഓക്കെ, ഇൻറ്റു 5 സെയിം. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ലേ ഇത്, നമുക്കിവിടെ മെയിൻ പറയുന്നൊരു കാര്യമുണ്ട്, ഈക്വൽ ഇൻട്രസ്റ്റിലാണ്. അതായത് രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ് സെയിം ആണ്. അതായത് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്ന PNR/100 ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു 5 ഇൻറ്റു 10% ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ തന്നെ y ഇൻറ്റു 9% ഇൻറ്റു 5 ചെയ്യുമ്പോഴും കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്.
അപ്പോൾ എനിക്ക് പെർസെൻറ്റ് രണ്ടും കട്ട് ചെയ്യാം, 5 രണ്ടും കട്ട് ചെയ്യാം. അപ്പോൾ x/y എന്നുള്ള വാല്യൂ കിട്ടും. എത്ര കിട്ടും? 9/10 കിട്ടിയോ? നമുക്ക് റേഷ്യോ കിട്ടി. അത് എക്സ് എന്നുള്ള വാല്യൂവിൽ എക്സ് എന്ന സ്കീമിൽ ഇടുന്നത് 9 യൂണിറ്റ് ആണെങ്കിൽ y എന്ന സ്കീമിൽ ഇടുന്നത് 10 യൂണിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ x + y ആണെന്ത് എൻ്റെ ടോട്ടൽ എമൗണ്ട്. അപ്പോൾ 9 + 10 എത്രയാണ്? 19 യൂണിറ്റ്. ടോട്ടൽ 19 യൂണിറ്റ് ആണ് എത്രയാണ്? 20,900 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്ര വരും? 20 1 പോവും, ബാക്കി 19 1 അല്ലേ? 1100 അല്ലേ ഉള്ളൂ? 1100. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് എനിക്ക് എന്ത് കിട്ടി? 1100. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ഇഫ് ദ സം, അതായത് ഫൈൻഡ് ദ സം ഇൻവെസ്റ്റഡ് 10% പെർ ആനം. 10% ഇടുന്ന എത്രയാടാ? ഇവിടെ നോക്കരുത്, അത് റേഷ്യോ ആണ്. നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക. 10% ഇടുന്ന എത്രയാ? എക്സ് അല്ലേ? എക്സിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എത്രയാ? 9 യൂണിറ്റ് അല്ലേ? വൈയുടെ 10 യൂണിറ്റും എക്സിൻ്റെ 9 യൂണിറ്റാണ്. നമുക്ക് 10% ഇടുന്ന വാല്യൂ വേണ്ടത്. 10% ഇട്ടത് എത്രയാ? എക്സ് ആണ്. അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് വാല്യൂ 9 യൂണിറ്റ് ആണ്. എനിക്ക് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ അറിയാം, 1100. അങ്ങനെയാണെങ്കിൽ 9 യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ? എത്ര കിട്ടും? ഇത് ഇൻറ്റു 9, 9900. എത്ര എളുപ്പമാണെന്ന് നോക്കിയേ. മനസ്സിലായോ? വെറുതെ എങ്ങനെ എടുത്ത് ചെയ്യേണ്ട. നിങ്ങൾ പല ടെക്സ്റ്റിൽ എടുത്ത് നോക്കിയാലും ഇങ്ങനെ ആയിരിക്കും എടുക്കുന്നത്. ജസ്റ്റ് ഈ റേഷ്യോയിൽ ചെയ്താൽ മതി. ഓക്കെ, ഒരു യൂണിറ്റ് ഇത്രയാണെങ്കിൽ 9 യൂണിറ്റിൽ ചെയ്യാം. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള കണ്ടുപിടിക്കാം. അപ്പോൾ 10 യൂണിറ്റ് ആണെങ്കിൽ എന്താ? 11,000. ഡയറക്റ്റഡ് ആൻസർ ആണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സിമിലർസിൻ്റെ കേസാണെങ്കിൽ മാത്രമാണ് കോമ്പൗണ്ട് എടുക്കുമ്പോൾ അതുപോലെ ചെയ്യരുത്. കോമ്പൗണ്ട് ചെയ്യുമ്പോൾ ഇതുപോലെയല്ല, കുറച്ചുകൂടി വേറെ രീതിയിലായിരിക്കും. എമൗണ്ട് ആയിരിക്കും ഈക്വൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്വസ്റ്റൻ ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ചിട്ട് വേണം ചെയ്യാൻ. ഇഫ് ദ ആവറേജ് റൺ സ്കോർഡ് ബൈ എ ബാറ്റ്സ്മാൻ ഇൻ 23 matches ഈസ് 40. ഇൻ ദ നെക്സ്റ്റ് 10 matches ദ ബാറ്റ്സ്മാൻ സ്കോർഡ് ആൻ ആവറേജ് ഓഫ് 16 runs. ഫൈൻഡ് ഹിസ് ആവറേജ് റൺ സ്കോർഡ്. ഓക്കെ, ചോദ്യം ഒരു ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആവറേജിൻ്റെ ടോപ്പിക് ആണെങ്കിൽ നമുക്ക് മിക്സഡ് അലിഗേഷനിലും ചെയ്യാം. അതായത് നമുക്ക് എപ്പോഴും ആവറേജ്, അതായത് ഒരു ആവറേജിൻ്റെ വാല്യൂസ് എല്ലാം മുകളിൽ ഇതാ. മിക്സഡ് അലിഗേഷൻ്റെ വാല്യൂ അറിയാലോ നിങ്ങൾക്ക്. എങ്ങനെ ചെയ്യുന്നത്? ഇവിടെ 2 വാല്യൂസ്, ഇവിടെ 5 വാല്യൂസാണ് വേണ്ടത്. എവിടെ എഴുതാമെന്ന് അറിയുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. അതായത് ഇവിടെ എപ്പോഴും എഴുതേണ്ടത് ആവറേജ്, എല്ലാത്തിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും. ഇത്ര എണ്ണത്തിൻ്റെ ആവറേജ് ഇത്രയും. ഓക്കെ, അപ്പോൾ എണ്ണയുടെ നമ്പേഴ്സ് താഴെ എഴുതുക, ആവറേജ് മുകളിൽ എഴുതുക. ഈ നടുക്ക് കിട്ടുന്ന വാല്യൂ എപ്പോഴും ഈ രണ്ടിൻ്റെയും ആവറേജ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് രണ്ടിൻ്റെയും ആവറേജ് ആയിരിക്കും നടുക്ക് കിട്ടുന്ന വാല്യൂ. അതായത് നമുക്ക് തന്നേക്കുന്നത് 23 മാച്ചിൽ എത്രയാണ് ആവറേജ്? 40 ആണ്. അപ്പോൾ നമ്പർ ഞാൻ എന്താ പറഞ്ഞത്? താഴെ എഴുതുക. 23 മാച്ചിൽ അയാളുടെ ആവറേജ് 40 ആണ്. ഇൻ ദ നെക്സ്റ്റ് 10 matches, അടുത്ത 10 മാച്ചിൽ സ്കോർ എത്രയാണ്? 16 ആണ്. ഓക്കെ, അടുത്ത 10 മാച്ചിൽ 16 runs ആണ്. അപ്പോൾ അത് എല്ലാം നോക്കുക, ഏതൊക്കെയാണ് ആവറേജ്, ഏതൊക്കെയാണ് നമ്പേഴ്സ് നോക്കുക. 10 മാച്ചല്ലേ? അപ്പോൾ 10 താഴെ എഴുതുക. എത്രയാണ് ആവറേജ്? 16. അപ്പോൾ 16 മുകളിൽ എഴുതുക. എനിക്ക് എന്താ വേണ്ടത്? ടോട്ടൽ ഫൈൻഡ് ദ ആവറേജ് സ്കോർ റൺസ് ഇൻ ഓൾ ദ 3 matches. ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. റൗണ്ട് ഓഫ് ടു 2 decimal. അപ്പോഴും നിങ്ങൾ അപ്രോക്സിമേഷൻ തന്നെ ചെയ്യേണ്ടി വരും. നിങ്ങൾ വേറെ മറ്റേ നമ്മുടെ യൂണിറ്റ് ഡിജിറ്റോ അങ്ങനെ ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വാല്യൂ കിട്ടില്ല. ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ചെയ്യുക. ചിലപ്പോൾ ഇതിൽ 2-3 വാല്യൂസ് ഉണ്ടാവും, അവർ അപ്രോക്സിമേറ്റ് ചെയ്യായിരിക്കും. നിങ്ങൾ ഡിജിറ്റൽ സം എടുത്താലൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോവും. ഓക്കെ, നിങ്ങൾ എപ്പോഴും നമ്പേഴ്സിൻ്റെ റേഷ്യോ എടുക്കുക. അലിഗേഷൻ ചെയ്യുമ്പോൾ നമ്പേഴ്സിൻ്റെ റേഷ്യോ എടുക്കുക. 23ഉം 10ഉമാണ്. കോമൺ എടുക്കാനൊന്നുമില്ല, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ. 23 എന്നുള്ളത് ഒരു പ്രൈം നമ്പർ ആയിപ്പോയി. ഓക്കെ, 10 എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് കോമൺ ഒന്നും എടുക്കാനില്ല, അതുകൊണ്ട് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ റേഷ്യോ എടുത്താൽ മതി. ഇവിടെ എന്ത് ചെയ്യാം? 23 × 4 എത്രയാടാ? 12, 920 അല്ലേ? 920. 23 × 4 പ്ലസ് 16 × 10 ചെയ്യാം. 16 × 10 എത്രയാ? 160. എത്ര കിട്ടും? 1080 അല്ലേ? അതായത് ഇതേ ഇൻറ്റു ഇത് പ്ലസ് ബൈ എന്താ? ഈ താഴത്തെ നമ്പേഴ്സിൻ്റെ ആഡ് ചെയ്യുക ബൈ 23 + 10, അതായത് 180 ബൈ എത്രയാ? 23 + 10 33. 3 വെച്ച് കട്ട് ചെയ്തോടെ എത്ര കിട്ടും? 11. മുകളിൽ 360 കിട്ടും. 360/11 ചെയ്യുക. 360/11 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 360/11 3 പോയില്ലേ? 33. ഓക്കെ, അത് പോയി. ബാക്കി 30 ഉണ്ട്, ബാക്കി 2 പോവും. 22 പോയി, ബാക്കി 8 ഉണ്ട്, പോയിൻ്റ് വരും, ബാക്കി 7 പോവും. ഓക്കെ, 32.7. നമുക്ക് നോക്കാം. 32 കിട്ടി. 32 കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ആകെ ഒറ്റ വാല്യൂ ഉള്ളൂ. ഇത് ചെയ്താൽ മതി. 32.7 വരും. 73 എന്നുള്ള വാല്യൂ തരും. ബാക്കി അങ്ങോട്ട് ചിലപ്പോൾ ഉണ്ടാവും. നമുക്ക്
റൗണ്ട് ഓഫ് ടു 2 ഡെസിമൽ ആയതുകൊണ്ട് 2 വാല്യൂ വരെ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് 2 വാല്യൂ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാത്തിൻ്റെയും ഇവിടുത്തെ നമ്പേഴ്സ് ഉണ്ടോ 3, 34, 31, 32. നമുക്ക് 32 കിട്ടി. 32 അവിടെ വെച്ച് നിർത്തുക, ബാക്കി ചെയ്യേണ്ട, വെറുതെ സമയം കളയണ്ട. 32 കിട്ടിക്കഴിഞ്ഞാൽ 32 കഴിഞ്ഞ് 32.73 അല്ലെങ്കിൽ 32.67 അങ്ങനെയുള്ള ഈ വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രം അടുത്ത ഡിജിറ്റൂടെ കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്കിവിടെ 32 മതി, അതുകൊണ്ട് 32.73 ആണ് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അലിഗേഷനിൽ ഇങ്ങനെ ചെയ്താൽ മതി. അടുത്ത വാല്യൂ, സോറി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് 10x raised to -4 minus 10x raised to -2 plus 9 = 0. ഓക്കെ, ഇവിടെ ചെയ്യാനാണെങ്കിൽ നോർമലി എങ്ങനെ ചെയ്യുന്നത്, നമുക്ക് ഇവിടെ മൈനസ് വരുമോ? ഇല്ലല്ലോ. എക്സ് റേസ്റ്റ് എക്സ് സ്ക്വയറോ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് അങ്ങനെയുള്ള ഫോമാറ്റ് ആയിരിക്കും. ഇവിടെ എക്സ് വരും, ഇവിടെ എന്താ വരും, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ വരും. പക്ഷേ ഇവിടെ എന്താ -4ഉം ഇവിടെ -2 ആണ് പവറായിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ചെയ്യാൻ എളുപ്പത്തിൽ ഞാൻ ഡയറക്റ്റായിട്ട് കെ എന്നുള്ള വാല്യൂ എക്സ് റൈസ് ടു -2 എന്ന് കൊടുത്തു. കെ എന്നുള്ള വാല്യൂ എക്സ് റൈസ് ടു -2 എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് വരും, എക്സ് റൈസ് ടു -4 അല്ലേ. എക്സ് റൈസ് ടു -4 വരുമ്പോൾ എന്താ, ഇത് സ്ക്വയർ ചെയ്യുന്നില്ലടാ, ഇത് സ്ക്വയർ ചെയ്യുന്ന വാല്യൂ ആണ് എക്സ് റൈസ് ടു -4. അപ്പോൾ എന്ത് വരും, കെ സ്ക്വയർ വരും. കെ സ്ക്വയർ ഈക്വൽ ടു എക്സ് റൈസ് ടു -4. അപ്പോൾ ഇവിടെ എന്ത് വരും, കെ സ്ക്വയർ -10k + 9, അതായത് കെ ആണ് വരുന്നത്. ഓക്കെ, എക്സ് റൈസ് ടു -2 കെ ആണ്, എക്സ് റൈസ് ടു -4 കെ സ്ക്വയർ ആണ്. അപ്പോൾ കെ സ്ക്വയർ -10k + 9 = 0. ഇത് നമുക്ക് അറിയാനുള്ള വാല്യൂ അല്ലേ, ഇത് അറിയാനുള്ള വാല്യൂ. അതായത് എന്ത് ചെയ്താൽ മതി, സ്പ്ലിറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ എന്താ, എക്സ് ഈക്വൽ ടു -b +or -√b² - 4ac/2a ആ ഇക്വേഷനിൽ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരു കാര്യം അറിയാം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9ഉം വരണം, +9ഉം വരണം, ആഡ് ചെയ്യുമ്പോൾ -10ഉം വരണം. ഏതൊക്കെ വാല്യൂസ് ആയിരിക്കും? 9ഉം 9ഉം 1 എടുത്താൽ പോരെ, 9 × 1 9 അറിയാം. ഇനി 10 വരണം, -10 വരണ്ടേ. ഇവിടെ 9 + 1 എത്രയാണ്, 10 അല്ലേ. -10 വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, രണ്ടിടത്ത് മൈനസ് കൊടുത്താൽ പോരെ. -9 -1 എത്രയാണ്, -10. -9 × -1 എത്രയാണ്, +9. ഓക്കെ, അപ്പോൾ നമ്മുടെ വാല്യൂ k -9 ആണ്. k -1 = 0 നമുക്ക് എനിക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ ഏതൊക്കെ വരും, 9ഉം വരും 1ഉം വരും. കെയുടെ വാല്യൂ ആണ് 9ഉം 1ഉം. എനിക്ക് എന്താ വേണ്ടേ, ഫൈൻഡ് ദ റൂട്ടാണ്. റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് വാല്യൂ ആണോ അതിൻ്റെ വാല്യൂ, അതായത് എക്സിൻ്റെ വാല്യൂ ആണ് എനിക്ക് വേണ്ടത്. എക്സിൻ്റെ വാല്യൂ ആണ് എന്താ നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. എന്താ ഇതിൻ്റെ ഫൈൻഡ് ദ റൂട്ട്. കെയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരാ. അപ്പോൾ കെയ്ക്ക് വരെ ഞാൻ എന്ത് ചെയ്തു, എക്സിൻ്റെ വാല്യൂ എടുത്തു. എക്സ് റൈസ് ടു -2 ആണ് 9, എത്രയാണ് 1. അപ്പോൾ എക്സ് റൈസ് ടു -2 അങ്ങനെയാണെങ്കിൽ എന്താ 1/x² ആണ് 9. അല്ലെങ്കിൽ x² എന്ത് ചെയ്യാം, 1/9 എഴുതാം. x² 1/9 ആണെങ്കിൽ രണ്ടിടത്തും റൂട്ട് എടുത്ത് എനിക്ക് എന്ത് കിട്ടും, x ഈക്വൽ ടു +or- അതായത് +or-1/3 കിട്ടും. സെയിം ഇവിടെ ചെയ്താൽ എന്ത് കിട്ടും, x ഈക്വൽ ടു +or-1 എന്ന് കിട്ടും. അതായത് എക്സിൻ്റെ ഒരു വാല്യൂ 1/3ഉം മറ്റേ വാല്യൂ എന്ത് ചെയ്യാം 1 എന്നും കിട്ടും. 1/3ഉം 1ഉം ഉള്ള ഏത് വാല്യൂ ഉള്ളൂ, ഒറ്റ വാല്യൂ, ഒറ്റ ഓപ്ഷനിലുള്ളൂ. ഓക്കെ, +1 +or-1ഉം +or-1/3ഉം. ഓക്കെ, അങ്ങനെ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ സീരീസ് കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ വരാന്ത റേസിൽ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒരുപാട് ബാച്ചുകൾ പോകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രാക്ടീസ് വില്ലേജ് ആണ്, കടക്കൽ ക്യാമ്പസ് ആണ്. താല്പര്യമുള്ളവർ അതിൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെയും ഓക്കെ ബൈ.